രണഗാഥ അവതരിപ്പിക്കുന്നു വേറിട്ട ഒരു കാഴ്ച. നാടൻ കലാരംഗത്ത് പ്രശസ്തനും പ്രസിദ്ധനുമാണ് ചെറുപ്പറമ്പിലെ കണ്ടേങ്കോടൻ കൃഷ്ണൻ. കോൽക്കളി, പൂരക്കളി, അക്ഷരശ്ലോകം, മംഗലപ്പാട്ട്, ഭജനപ്പാട്ട്, നാടൻപാട്ട്, താരാട്ടുപാട്ട്, പൊയ്ത്തുപാട്ട്, കൊയ്ത്തുപാട്ട് തുടങ്ങിയ നാടൻ കലകൾ ചെറുപ്രായത്തിലെ സ്വായത്തമാക്കിയ കലാകാരൻ. നാടൻ കലകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയെന്നും പറയാം. നാടൻ കലകൾക്ക് അർപ്പിച്ച സംഭാവനകളെയും സേവനങ്ങളെയും മാനിച്ച് കേരള ഫോക്ലോർ അക്കാദമി ഗുരുപൂജ അവാർഡ് സമ്മാനിച്ച് കണ്ടേങ്കോടനെ ആദരിച്ചിരുന്നു. കുന്നോത്തുപറമ്പ് മേഖലയിൽ നാടൻ കലകളുടെ ആശാനായി അറിയപ്പെടുന്ന KKR മാസ്റ്ററുടെ വത്സല ശിഷ്യനാണ് കണ്ടേങ്കോടൻ കൃഷ്ണൻ. ഏത് കലയും കണ്ടേങ്കോടന് വഴങ്ങും. ഈ കലയിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിച്ച് കൈപിടിച്ചുയർത്തി പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതിലും കൃഷ്ണേട്ടൻ അതീവ ശ്രദ്ധ പുലർത്തുന്നു. ഴ, ള, റ, ണ, റ് അക്ഷരങ്ങളൊഴിച്ച് മറ്റ് ഏതക്ഷരം പറഞ്ഞാലും ഉടൻ അതിൽ തുടങ്ങുന്ന ശ്ലോകം, അതും സംസ്കൃതത്തിൽ ഈണത്തിൽ ചൊല്ലിത്തരും കൃഷ്ണേട്ടൻ. നമുക്കതൊന്ന് നോക്കാം. കൃഷ്ണേട്ടൻ ന എന്നൊരക്ഷരത്തിലൊരു പാട്ട് ശ്ലോകം. നിത്യാനന്ദകരി വരാഭയകരി സൗന്ദര്യരത്നാകരി നിർദൂതാഖിലഘോര പാപനികരി പ്രത്യക്ഷമാഹേശ്വരി പ്രാലേയാജലവംശ പാവനകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ഇനി മാ ഒന്ന് പിടിച്ചാലോ. മോദസീനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സമൃദിത നിർമ്മലാംഗനവഘർമ്മലേശ സുഭഗാത്മനാം മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിത സ്ഥാവതാ കലിതമൂർത്തിരാധതിത മാരവീര പരമോത്സവാൻ. കൃഷ്ണേട്ട, നമുക്ക് നാരായണീയത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു 3-4 വരിയെങ്കിലും ഇല്ലാലോ? ചെല്ലാലോ. സാന്ദ്രാനന്ദാവബോധാത്മകമനുമമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. മണിപ്രവാളം കുറച്ചു ഭാഗം ഹൃദിസ്ഥമാണ് കൃഷ്ണേട്ടന്. വാഗ്ബടസ്തുതിയായ പ്രാർത്ഥനാഞ്ജലി ഏറെക്കുറെ മനപ്പാടും. കുമാരനാശാൻ്റെ നളിനിയും ചങ്ങമ്പുഴിയുടെ വാഴക്കുലയും ഓർമ്മയിലുണ്ട്. നാടക നടനായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പ്രായം 88 ഊർജ്ജസ്വലനാണ്. ഓർമ്മകൾക്ക് തെല്ലുപോലുമില്ല മങ്ങൽ. ചുറുചുറുക്കോടെ കണ്ടേങ്കോടൻ ശ്ലോകങ്ങൾ ഇടതടവില്ലാതെ ചൊല്ലുന്നത് കാണുമ്പോൾ അതിശയപ്പെട്ടു പോകും. ആകാശവാണിയിലും ദൂരദർശനിലും നാട്ടിലും മറുനാട്ടിലും പരക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ ചെറുപ്രായത്തിൽ നാടൻ കലകൾ അഭ്യസിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഏത് പ്രായത്തിലാണ്, എങ്ങനെയാണ് ഈ നാടൻ കല പഠിക്കാൻ പ്രചോദനം ഉണ്ടായത്? ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ണങ്കോട് സ്കൂൾ വിട്ടതിന് ശേഷം നെല്ലിക്കണ്ടി കുഞ്ഞുകുട്ടി ഒരിക്കലും കാട്ടിലപ്പറമ്പത്ത് കുഞ്ഞുകുട്ടി ഒരിക്കലും ഇവിടെ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഈ ചെറിയോനെ നമുക്ക് വിട്ടുതരണം, ഞാനൊരു കളരി തുടങ്ങുന്നുണ്ട്, അടുത്തേക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പോരെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊള്ളുന്നതാണ്. അങ്ങനെ ഞാനും ഇവിടെയുള്ള 2-3 ചെറുപ്പക്കാർ വേറെയും പോയിട്ട് അവിടെ കളരി ചേർന്ന് പഠിച്ച് ആടുന്ന് പല സ്ഥലത്തും പോയിട്ട് കോൽക്കളി അവതരിപ്പിക്കുകയും കളിക്കുകയും ചെയ്തിട്ടുണ്ട്. നെല്ലിക്കണ്ടി കുഞ്ഞുകുട്ടി ഒരിക്കലും കാട്ടിലപ്പറമ്പത്ത് കുഞ്ഞുകുട്ടി ഒരിക്കലുമായിരുന്നു ഗുരുനാഥന്മാർ. അവരെ ശിക്ഷണത്തിലാണ് ഞാൻ കോൽക്കളി പഠിച്ചത്. കൃഷ്ണേട്ട, വയസ്സമ്പത്താറിലായി. നിങ്ങൾ ഈ രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്? അതായത് ചെറുപ്പത്തിൽ ഏത് നിലക്കാണ് ഈ നാടൻ കലകളിലേക്ക് എത്തിപ്പെടുന്നത്? 52 സ്കൂൾ വിട്ടതിന് ശേഷം, കണ്ണങ്കോട് സ്കൂൾ വിട്ടതിന് ശേഷം KKR മാഷ് ചെറുപ്പറമ്പിൽ വന്ന് എന്നെയും 2-3 ചെറുപ്പക്കാരെയും വിളിച്ച് നമുക്കൊരു പരിപാടിയിൽ എന്തെങ്കിലും വേണമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണപ്പാട്ട് തുടങ്ങി. ആദ്യമായി കല്യാണപ്പാട്ട് പഠിച്ചതിന് ശേഷം പറഞ്ഞ് നമുക്ക് അക്ഷരശ്ലോകം പഠിക്കണമെന്ന് പറഞ്ഞു. അക്ഷരശ്ലോകം പഠിച്ചു. അതിനുശേഷം നാടകം വേണമെന്ന് പറഞ്ഞ് നാടകം പഠിച്ചു.
അങ്ങനെ നാടകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ചേരിയിലുള്ള ഒരു ഭാഗവതരെ കൊണ്ട് നമുക്ക് സപ്തസ്വരങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കൊണ്ടുവന്ന് ഇവിടുന്ന് സപ്തസ്വരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അയാൾക്ക് സുഖമില്ലാതെ അയാൾ മടങ്ങിപ്പോയി, വീട്ടിൽ പോയി. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. രഘുപതി രാഘവ എന്നുള്ള പാട്ടിൻ്റെ അക്ഷരങ്ങൾ കുറച്ച് ഞാൻ കരസ്ഥമാക്കിയിരുന്നു. അത് ഇപ്പോൾ പറയാം. സ സ സ സ സ നി ധ നി രി സ സ മ ഗ മ ഗ ഗ രി സ ധ നി സ രി ഗ രി സ ഗ ഗ ഗ ഗ ഗ ഗ സ ഗ മ പ ഗ മ രി മ മ പ ധ പ മ മ ഗ രി 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 പ പ മ മ ഗ ഗ രി രി സ ധ നി സ മ ഗ മ ഗ ഗ രി സ ധ നി സ രി ഗ രി സ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് ഗുരുനാഥന് സുഖമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അതിനുശേഷം ഞങ്ങൾ കല്യാണപ്പാട്ട് പഠിച്ച് പിന്നെ 10-12ഓളം പാട്ട് പഠിച്ച് ഓരോ വീട്ടിലും കല്യാണത്തിന് പോയി. ഞങ്ങൾ തലേ ദിവസേ താമസിച്ചിട്ട് പാടിയ വീടൊക്കെ ഉണ്ട്. വിളക്കോട്ട് ഒരു ചൊല്ലിയിട്ട് ഇവിടെ വളയം വരെ ഞങ്ങൾ കല്യാണപ്പാട്ട് പാടി അവതരിച്ച് പോയിരുന്നു. അതിൽ നല്ല സംഭാവനയും കിട്ടിയിരുന്നു. അങ്ങനെ ഓരോരോ കലകൾ അവതരിപ്പിച്ച് കോൽക്കളി, പൂരക്കളി, നാടകം, കല്യാണപ്പാട്ട്, ഭജനപ്പാട്ട്, അക്ഷരശ്ലോകം എല്ലാം പഠിച്ചത് ഞാൻ കേൾക്കാറിൽ നിന്നാണ്. ഭാഷയിൽ നിന്നാണ്. അയാൾ എൻ്റെ പ്രധാനപ്പെട്ട ഗുരുനാഥനായിരുന്നു. അയാൾ ഇപ്പോഴില്ല. അതിനുശേഷം പിന്നെ ഒരു കാര്യവും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കലാണ്. പിന്നെ ചെറുപ്പത്തിലേ മുതലേ നിങ്ങളെ സഹപ്രവർത്തകന്മാർ ഈ രംഗത്താരൊക്കെയായിരുന്നു? സഹപ്രവർത്തകന്മാർ പറയുന്നത് കർസൻ്റെ അവിടെ കൊക്കണ്ണി കൃഷ്ണൻ, വെങ്ങാട്ടിരി കോരേട്ടൻ, താനൂരമ്പത്ത് ഗോവിന്ദൻ, വയലിൽ ഗോവിന്ദൻ, പുല്ലാപ്പള്ളി അച്യുതൻ, ഇങ്ങനെ 5-10 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിരുന്നു. നാടനായിരുന്നു? അതെ, നടനായിരുന്നു. നാടകത്തിൽ NBK വൈദ്യർ അക്ബർ ചക്രവർത്തി എന്ന നാടകം അഭിനയിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് അക്ബർ ചക്രവർത്തിയുടെ വേഷമാണ് തന്നത്. അതിൽ ഒരു പ്രൊവസുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. വിശ്വപ്രസിദ്ധനായ റാണാവ് പ്രതാപ് സിംഹൻ്റെ വീരപുത്രൻ സർവ്വസൈന്യാധിപൻ നമ്മുടെ വിജയശ്രീ വിക്രമസിംഹൻ്റെ വിവാഹ വൃത്താന്തം നാടെങ്ങും വിളംബരം ചെയ്യട്ടെ എന്നുള്ള പ്രൊവസോടുകൂടി ഞാൻ അവതരിപ്പിച്ചിരുന്നു. അല്ല, മുള്ളംപുറം കുഞ്ഞിക്കണ്ണൻ അക്കാലത്ത് കോൺഗ്രസ് ആണ് എന്നും അദ്ദേഹം നാടക നടനായിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ. മുള്ളംപുറം കുഞ്ഞാണ്ണൻ പ്രതാപസിംഹനായിരുന്നു എൻ്റെ ഓടിയുള്ള നാടകത്തിൽ. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു ആദ്യം? ആ, കോൺഗ്രസ് ആയിരുന്നു. വിമോചന സമരകാലത്ത് തലശ്ശേരി നികുതി ഓഫീസ് പിക്കറ്റ് ചെയ്തതിന് 14 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കണ്ടയങ്കോടൻ കൃഷ്ണൻ.